ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, സോളമനല്ലേ? അതെ. ഈ അസമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ ഫാദർ? എന്തു ബുദ്ധിമുട്ട്? ഇനിയിപ്പോ കുറച്ച് ബുദ്ധിമുട്ടിയാലും തന്നോട് എനിക്ക് നീരസം ഒന്നും തോന്നില്ലടോ. അകത്തേക്ക് വാ. ഒരു വിൻസെൻഷൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു അന്വേഷകനുമായിരിക്കണം. ഇതെന്റെ അഭിപ്രായമാണ്. മറ്റുള്ളവർ ഇത് അംഗീകരിക്കണമെന്നില്ല. താൻ അന്വേഷിക്കുന്നത് വിൻസെന്റ് ഇപ്പോൾ എന്ന മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രമാണ്. വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ ഒരു ദൈവ പൈതലിന്റെ ചരിത്രം. അത് കണ്ടെത്തുന്നതിനും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും ഞാനൊരു നിമിത്തമാവുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനം തന്നെ ആയിരിക്കോളൂ. ഫാദർ, വിശുദ്ധ വിൻസെന്റ് പോളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങയുടെ ചിന്തകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഫ്രാൻസിലെ ആ കുഗ്രാമത്തിലേക്കാണ് എൻ്റെ മനസ്സെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശുദ്ധൻ ജനിച്ചു വളർന്ന പോ എന്ന ഗ്രാമത്തിലേക്ക്. ഞങ്ങൾ നിന്നെ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാമോ? അതെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? നീ എപ്പോഴും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ആടികളെല്ലാം ആരാ നോക്കുന്നത്? എനിക്ക് പ്രാർത്ഥനയെ വലുത്. നീ കളിക്കാൻ വരുന്നുണ്ടാവാ. നമ്മളിങ്ങനെ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ പറയുന്നത് കേട്ടാ തോന്നും നമ്മളെല്ലാം പ്രഭുക്കന്മാരുടെ മക്കളാണെന്ന്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്കെങ്കിലും അവർക്ക് കൊടുത്താൽ മതിയെന്നേ. ഞങ്ങക്ക് നിന്റെ ഉപദേശം ഒന്നും കേക്കണ്ട. നീ കളിക്കാൻ വരുന്നുണ്ടേ വാ. ഞാൻ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇനി ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിട്ടല്ലോ നീ തല്ല് മേടിക്കും. വാടാ പോ. ആ വാ. എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കിക്കോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്നാലും ഞാൻ കരയില്ല. എനിക്ക് എന്റെ മാതാവ് മതി. നീ എഴുത്തും വായനയും പഠിച്ചു നന്നായി. അതുകൊണ്ട് വിൻസെന്റിനെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ. കന്നുകാലികളെ മേയ്ക്കാൻ നടക്കുന്ന ഞാൻ എന്തിനാ എഴുത്തും വായനയും പഠിക്കണമെന്നാ എന്റെ കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നത്. നീ എന്നും കന്നുകാലികളെ മേയിച്ച് നടക്കേണ്ടവനല്ലേ? എന്റെ മോൻ പഠിച്ചു പഠിച്ച് വലിയ ആളാവും. വിൻസെന്റ് ജർമ്മനും ലാറ്റിനും ഫ്രഞ്ചും നന്നായി പഠിച്ചു. ഇത്രയും സമർത്ഥനായ ഒരു കുട്ടി ഈ കലാലയത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അവനെ തുടർന്നും പഠിപ്പിക്കുന്നില്ലേ? ഇനി അവനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അപ്പോ വിൻസെന്റ് പഠനം ഉപേക്ഷിക്കുകയാണോ? ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അതിൽ കൂടുതലായി ദൈവത്തിനും. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് വിൻസെന്റിനെ ഇത്രയെങ്കിലും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ദൈവത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒന്നും പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരില്ല. പ്രാർത്ഥിക്കേ. ശരിയച്ചോ. ആ വിൻസെന്റ്, നീ വന്നോ? നമുക്ക് താർപ്സിലെ ഡിഹാഴ്സ് മെത്രാനെ പോയി കാണാം. എന്നിട്ട് ആദ്യത്തെ പട്ടത്തിനുള്ള അപേക്ഷ കൊടുക്കാം.
ഡാക്സിലെ മെത്രാസനം ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവശാസ്ത്രം പഠിക്കാൻ ടുളൂസിലെ കലാലയത്തിൽ ചേരുന്നതല്ലേ നല്ലത്? അതെ, 7 വർഷം പഠിക്കണം. ആ, അന്ന് നീ ഒരു വൈദികനാകണമെന്ന് പറഞ്ഞപ്പോ വെറുതെ ഒരു താല്പര്യത്തിന് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് അങ്ങനെയല്ലെന്ന്. ആ, ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. മനസ്സിലായി. നിന്റെ കലാലയത്തിലുള്ളവരും അത് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ അങ്ങേക്ക് വിഷമമുണ്ടോ? നിന്നെ ഞാൻ വെറുമൊരു ട്യൂഷൻ മാസ്റ്ററായിട്ടല്ല കണ്ടിട്ടുള്ളത്. അറിയാം. ഈ ഡാക്സിൽ നിന്ന് പോയാലും എന്താവശ്യമുണ്ടെങ്കിലും നിനക്കിവിടെ വരണം. അങ്ങ് സഹായിച്ചത് കൊണ്ടാണ് ഞാൻ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മിൽ നടപ്പിലാക്കാൻ വേണ്ടി ദൈവം ഓരോരുത്തരിലൂടെ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിച്ചു, അത്രമാത്രം. വാ. പട്ടങ്ങൾ കിട്ടി. ഇനി നീ എത്രയും പെട്ടെന്ന് ടുളൂസിൽ പോയി ഉപരിപഠനത്തിന് ചേരണം. ഉപരിപഠനത്തിനുള്ള പണം എങ്ങനെ ഉണ്ടാക്കും? 7 വർഷം പഠിക്കണ്ടേ? അതോർത്ത് മോൻ വിഷമിക്കണ്ടേ. പിന്നെ ആ ഡീകോമിറ്റ് നമ്മളെ സഹായിക്കാതിരിക്കില്ലല്ലോ. ജോലി ചെയ്യാതെ ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്നത്? നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഒരു വഴി അടഞ്ഞാ 10 വഴി തുറന്നു കിട്ടും. അല്ല, അപ്പൊ അഡ്മിഷനുള്ള പണം കെട്ടണ്ടേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അത് 2 കാളകളെ അങ്ങ് വിൽക്കാം. പിന്നെ നിന്റെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ വിൽപത്രം എഴുതി വയ്ക്കാൻ പോവാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 7 വർഷം പഠിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ആർക്കൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ഞാനൊന്നും പറയുന്നില്ല. വിൽപത്രം എഴുതണോ അപ്പ? വേണം. ഞങ്ങൾ ഇനി എത്ര കാലം ജീവിച്ചാലും ഉയർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നീയാ ഈ കുടുംബത്തിന്റെ അന്തസ്സ് ഉയർത്തേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ മാത്രമല്ല, പോയിലെ വൈദികൻ എല്ലാ വൈദികർക്കും ഒരു മാതൃകയാവണം. അപ്പൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാനൊരു വൈദികനായി. നാളെയാണ് എന്റെ പുത്തൻ കുർബാന.
പിതാവേ, സ്നേഹവന്ദനം. വിൻസെന്റ്, നീ വന്നോ? ഒരു വൈദിക സംഘം സ്ഥാപിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വിജയിച്ചു. ഓറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ലിഷി ഇടവകയുടെ വികാരി ഫാദർ ഫ്രാങ്കോയി രാജിവെക്കുകയും ചെയ്തു. ഫ്രാങ്കോയി എന്റെ സുഹൃത്താ. ഞാൻ പറഞ്ഞിട്ടാ രാജിവെച്ചത്. എന്തിനാണെന്നറിയാമോ? നിനക്ക് വേണ്ടി. ഞാൻ നീ ക്ലിഷി ഇടവകയുടെ വികാരിയായി ചാർജ് എടുക്കണം. ഒരു ഗ്രാമീണ ഇടവകയാണ് ക്ലിഷി. പാരീസിന്റെ അതിർത്തി പ്രദേശം തന്നെയാണ്. ഇടവകക്കാരാണെങ്കിൽ ദരിദ്രരിൽ ദരിദ്രർ. ഇനി നീയാണ് അവരുടെ വികാരി. ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. വിൻസെന്റ് അച്ഛനല്ലേ? അതെ. അച്ഛൻ വരുമെന്ന് ഫ്രാങ്കോ അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ ഇത് ആദ്യത്തെ നിയമനമല്ലേ? അതെ, ബെറൂൾ പിതാവിന്റെ ശുപാർശയാണ്. അച്ഛന്റെ നാടെവിടെയാ? എന്ന കുഗ്രാമത്തിലാ ഞാൻ ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ. ഈ കൃഷിയിൽ ഭൂരിഭാഗം പേരും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ട്? 600 കുടുംബങ്ങളുണ്ട്. പക്ഷേ ഇടവക പള്ളിയുടെ അവസ്ഥ കുറച്ച് മോശ. അതെന്തു പറ്റി? നല്ല പഴക്കമുള്ള പള്ളിയാ. എപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. പള്ളി ഒന്ന് പുതുക്കി പണിയണം. അച്ഛൻ വിചാരിച്ചാൽ നടക്കും. നമുക്ക് പുതുക്കി പണിയാം. ഫ്രാങ്കോച്ചൻ നല്ലവനായിരുന്നു. ക്ലിഷിയെ ഒരുപാട് സ്നേഹിച്ചു. ഓറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അച്ഛനെ പോലുള്ളവരെ ആവശ്യമാണ്. സമ്പന്നനും കർഷകനും ചെരുപ്പുകുത്തിയും എല്ലാം അച്ഛൻ ഒരുപോലെയായിരുന്നു. ഞാൻ കാനൻ പദവിയും ആബഡ് പദവിയും ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. ഷാറ്റിലോൺ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് ഫാദർ. ലയൺസിലെ മെത്രാപ്പോലീത്തയല്ലേ ഞാൻ. ദൈവത്തോട് ഞാനും മറുപടി പറയണ്ടേ? അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സഭാ ശുശ്രൂഷകരിൽ ജനങ്ങൾ ഏറ്റവും അധികം അന്വേഷിക്കുന്ന ഗുണവിശേഷമാണ് ആധികാരികതയും സത്യസന്ധതയും. അതാണ് എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞത്. ഒരു ഇടവക കൂട്ടായ്മ ചിതറിപ്പോയാൽ വികാരിയച്ഛന്റെ ആത്മീയ പാപ്പരത്വമാണ് വെളിപ്പെടുന്നത്. അങ്ങയുടെ അനുമതി കിട്ടിയാൽ ഞാൻ ഷാറ്റിലോണിലേക്ക് പോകും. 18 കിടക്കുകളുള്ള ചെറിയൊരു ആതുരാലയവും വൃത്തിഹീനമായൊരു ദേവാലയവും ഉണ്ടവിടെ. ഇത് രണ്ടും ഞാൻ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അച്ഛന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? ഞങ്ങൾ അച്ഛൻ പറഞ്ഞ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോവുകയാണ്. കാലിലേക്കിലേക്ക്. ഇതെന്തിനാണ് ഇത്രയും ഭക്ഷണം? അവർക്ക് ആവശ്യമുള്ളത് കഴിച്ചോട്ടച്ചാ. അച്ഛൻ തടസ്സമൊന്നും പറയണ്ട. ഇല്ല, ഈ കുട്ടകളിൽ ഭക്ഷണമല്ല, നിങ്ങളുടെ സ്നേഹമാണ്. അതെത്ര വിളമ്പിയാലും തീരാതിരിക്കട്ടെ. പോയിക്കൊള്ളു. ശരി അച്ഛൻ. അതായിരുന്നു വിശുദ്ധന്റെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ തുടക്കം. പിന്നീട് വിശുദ്ധൻ ഉപവി സംഘത്തിനൊരു രൂപരേഖ തയ്യാറാക്കി. യേശുനാഥൻ തന്നെയായിരുന്നു ആ ഉപവി സംഘത്തിന്റെ രക്ഷാധികാരി. ഒരു സ്ത്രീയുടെ അടങ്ങാത്ത ആത്മീയ ദാഹത്തിന് മുമ്പിൽ ഞാൻ മുഖം ധരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. അങ്ങ് വെറും ഒരു വൈദികനല്ല, ഞങ്ങളുടെ വിശിഷ്ടനാണ്. ഇങ്ങനെ മൂർച്ചയുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ എൻ്റെ ഹൃദയം തകർക്കരുത്. എനിക്ക് പോയേ തീരൂ. ഫാദർ, അങ്ങ് പോയാൽ ഞങ്ങൾ വീണ്ടും വഴിതെറ്റി പോകുമോ? ഒരിക്കലുമില്ല. എൻ്റെ ഹൃദയം നിങ്ങൾക്ക് തന്നിട്ടല്ലേ ഞാൻ പോകുന്നത്.
ഇന്ന് രാവിലെ ഫാദർ ഫ്രാൻസിസ് സാലസ് ദിവ്യബലി അർപ്പിച്ചതോടെ മാഡം ഗൗസിയർ തന്ന ഈ കൊച്ചു വീട് വിസിറ്റേഷൻ ഭവനമായി മാറി. മദർ, കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു കെട്ടിടം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഒരുപാട് രോഗികളെ നമുക്ക് ശുശ്രൂഷിക്കാമായിരുന്നു. രോഗികളെ മാത്രമല്ല, വിൻസെന്റ് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ദരിദ്രരുടെ ദാസ്യമാരാണ്. എവിടെ ദരിദ്രരുണ്ടോ അവിടെയെല്ലാം വിസിറ്റേഷൻ ഭവനങ്ങളും തുടങ്ങണം. ദൈവം സഹായിച്ചാൽ എല്ലാം നടക്കും. സഹോദരിമാരിവിടെ ചർച്ചയിലാണല്ലോ. ഞങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ പറയുകയായിരുന്നു. ആഗ്രഹങ്ങൾ ഇങ്ങനെ പരസ്പരം പറയാതെ യേശുവിനോട് പറയൂ, എന്നാലല്ലേ അത് സാധിച്ചു കിട്ടൂ. അപ്പൻ മക്കളുടെ മനം അറിയുന്നുണ്ടല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞങ്ങള് കുറച്ചു കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്കൊരുമിച്ച് കഴിക്കാം. അത് വേണ്ട, ഞങ്ങള് കുറച്ചു കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ. എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കഴിച്ചതാ. ഞാൻ കഴിച്ചിട്ടില്ല. അച്ചോ, അത് മദർ, വിസിറ്റേഷൻ ഭവനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭവനമാണ്. ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുടെ ഭവനം. സഹോദരീ സഹോദരന്മാർ തമ്മിൽ സ്നേഹം മാത്രം പങ്കുവച്ചാ പോരാ. ഞാൻ പറഞ്ഞു വരുന്നത് മദറിനിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഉവ്വ്, അപ്പവും സൂപ്പും ഉണ്ടായിരുന്നു. കാലത്ത് കുർബാന കഴിഞ്ഞപ്പോ ഞങ്ങളതെല്ലാം വിതരണം ചെയ്തു. മിച്ചമുണ്ടായിരുന്നത് ഇവർക്ക് കൊടുത്തു. സഹനമാണ് നമ്മുടെ മാർഗം. അത് മറച്ചു വെക്കേണ്ടതില്ല. തുറന്നു പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും. വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവർക്കേ മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാവുള്ളൂ. 2 തരം വിശപ്പുണ്ട്. ഭൗതികമായ വിശപ്പും ആത്മീയമായ വിശപ്പും. ഇത് രണ്ടും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞവരായിരിക്കണം വിസിറ്റേഷൻ മക്കൾ. കാരണം വെറുമൊരു കാലിത്തൊഴുത്തിൽ ജനിച്ചവനാണ് നമ്മുടെ മാർഗദർശനം. ഫാദർ, 1622 ഡിസംബർ 22 എൻ്റെ ഹൃദയം മുറിപ്പെട്ട ദിനം. മെത്രാൻ ഫ്രാൻസിസ് സാലസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത് അന്നാണല്ലോ. അദ്ദേഹം പാരീസിനോട് യാത്ര പറഞ്ഞതിന് ശേഷം എനിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനും ദൈവവേല ചെയ്യാനും കഴിഞ്ഞതിൽ ഞാൻ എന്നും ദൈവത്തെ സ്തുതിക്കും. വിസിറ്റേഷൻ ഭവനത്തിൽ അങ്ങയുടെ 40 വർഷത്തെ സേവനത്തിനിടയിൽ 3 പ്രാവശ്യം നമ്മൾ തമ്മിൽ പരസ്പരം കാണാൻ ദൈവം ഇടവരുത്തി. അമ്മയുടെ സ്ഥാനമാണ് അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ ഞാൻ മരണക്കിടക്കയിലാണ്. ഒരു പക്ഷേ ഈ കത്ത് അങ്ങയുടെ കൈകളിൽ എത്തുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടാവും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിർത്തുന്നു. മദർ ശാന്ത. വെറും 4 വർഷത്തെ നമ്മുടെ ഈ സൗഹൃദം കാലത്തെ അതിജീവിക്കുന്ന ഒരു സ്മരണയായി എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജീവിക്കുന്ന വിശുദ്ധന് എന്റെ യാത്രാമൈകൾ. എന്താ? മദർ ശാന്താൾ മരിച്ചു. റോളിങ്ങിൽ പോകാൻ കുതിരവണ്ടി ഏർപ്പാടാക്കണോ? വേണ്ട, പോയിക്കോളൂ. ശരി. പരസ്നേഹ വനിതകളുടെ പ്രവർത്തനങ്ങളാണ് ദൈവപരിപാലനയുടെ പുത്രിമാർ എന്ന സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ മട്മോസിലിന്റെ മരണത്തോടെ ഈ സംഘം വല്ലാതെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഞാൻ തളരില്ല. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവപരിപാലനയുടെ പുത്രിമാരെ ഞാൻ സംരക്ഷിക്കും. ഞാൻ അങ്ങയെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. കൊട്ടാരത്തിലെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയവളായിരുന്നു മട്മോസിൽ. അവൾ അവളുടെ സമ്പാദ്യങ്ങളെല്ലാം പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മട്മോസൽ മാത്രമല്ലല്ലോ, കൊട്ടാരങ്ങളിൽ നിന്നും പ്രഭു കുടുംബങ്ങളിൽ നിന്നും ഒരുപാട് പേര് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ലേ? ദൈവപരിപാലനയുടെ പുത്രിമാർക്ക് വേണ്ടി
ഞാൻ അവരുടെ മുമ്പിൽ കൈനീട്ടുന്നുണ്ട്. ഫാദർ, ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അനേകം മടങ്ങ് ഉയരത്തിലാണ് അങ്ങ് ചിന്തിക്കുന്നത്. എൻ്റെ പ്രബോധനങ്ങൾ എൻ്റെ ജീവിതമാണ്. എൻ്റെ ചിന്തകൾ ഹൃദയം മുറിപ്പെട്ടവർക്കു വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്നേഹ പ്രവർത്തനവും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരില്ലെന്ന് ഉപവി സഹോദരിമാർ വിശ്വസിക്കുന്നത്. നിർത്തൂ. ഏയ്, പതുക്കെ. ഇവിടെ ഇരിക്കാം. യേശുവേ, ഫാദർ, ഫാദർ, യേശുവേ, ഫാദർ, യേശുവേ, ഫാദർ, എന്ത് പറ്റി ഫാദർ? ഫാദർ, എനിക്ക് ഫാദർ. ലേപനം നൽകട്ടെ. അങ്ങയുടെ പാപഭാരങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കട്ടെ. വന്യപിതാവേ, അങ്ങയുടെ ആശീർവാദം ഞങ്ങൾക്ക് നൽകിയ
വന്യപിതാവേ, അങ്ങയുടെ ആശീർവാദം ഞങ്ങൾക്ക് നൽകിയാലും. May